സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ കഥന നിർഭരമായിരുന്നിരിക്കണം ആ രാത്രി. മദീന ഉറങ്ങാതെ ആ വീടിന് ചുറ്റും കൂടിയിട്ടുണ്ടാകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനുള്ളിൽ ഒരു പൂവിനെപ്പോലെ ശാന്തമായ ഉറക്കത്തിലെന്ന വണ്ണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിൽ വഫാത്തായി കിടക്കുമ്പോൾ അവിടുത്തെ തനിച്ചാക്കി അവർ എങ്ങനെയാണ് വീടുകളിലേക്ക് മടങ്ങിപ്പോയി സുഖമായി ഉറങ്ങുക? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കട്ടിലിൽ വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അബൂ ത്വൽഹ ഖബർ കുടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങളും പള്ളിയിലുണ്ടായിരുന്നവരും അത് കേട്ട് വിങ്ങിക്കരഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമ സ്ഥലം ഒരുങ്ങുകയാണ്. ആ പരിശുദ്ധ ശരീരമേറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ആ മണ്ണ് എത്രമേൽ ആഹ്ലാദിച്ചിട്ടുണ്ടാവും. ഈ വരികൾ കുറിക്കുമ്പോൾ എനിക്ക് തോന്നി, ചിലപ്പോഴെല്ലാം അങ്ങനെയുള്ള അമൂർത്തമായ വ്യത്യസ്തമായ ചിന്തകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുമ്പോൾ മനസ്സിൽ വന്നെത്താറുണ്ട്. അത് ഇങ്ങനെയാണ്: മദീന മുഴുവൻ കഥനക്കടലിൽ തിരയാർക്കുമ്പോഴും ഒരുപക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടകത്തെ ആ മണ്ണ് ആഹ്ലാദം കൊണ്ട് വിറച്ചതാകില്ലേ? കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദേഹമാണ് തന്നിലേക്ക് വന്നു ചേരുന്നത്. സർവചരാചരങ്ങളും കരയുമ്പോൾ ആ ഒരൊറ്റ കാരണത്താൽ ആ ഖബറിലെ മണ്ണ് ചിരിച്ചതാകില്ലേ? ആരും അങ്ങനെ പറഞ്ഞതായി എഴുതിയതായി ഈയുള്ളവൻ അറിഞ്ഞിട്ടില്ല. അനാദരവിൻ്റെ നേരിയ അംശം പോലും അതിലില്ലെന്ന ധൈര്യത്തിൽ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നറിയിക്കുമല്ലോ. തെറ്റാണെങ്കിൽ പടച്ചവൻ പുറത്തു തരട്ടെ. ആരാണ് ആ തിരുസാന്നിധ്യത്തെ കൊതിക്കാതിരുന്നിട്ടുള്ളത്? സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും നക്ഷത്രങ്ങളും താരാപഥങ്ങളും മാമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും അർഷും കുറുസും ലൗഹും കലമും ബൈത്തുൽ ഉസ്സയും ബൈത്തുൽ മഅമൂറും സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്തെ ഇലന്തവൃക്ഷമായ സിദ്റത്തുൽ മുൻതഹയും ആ പദനിസ്വനത്തിനായി നിശാപ്രയാണ നേരം കൊതിയോടെ കാത്തിരുന്നിട്ടില്ലേ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മൺവെട്ടിക്കൊണ്ട് തൻ്റെ ദേഹത്തേക്ക് ആഞ്ഞു വെട്ടുമ്പോൾ, ത്വൽഹ ഒന്ന് വേഗം എൻ്റെ നെഞ്ചു പിളർത്തു, ഹബീബിനെ എന്നിലേക്ക് ചേർക്കൂ എന്ന് ആ മണ്ണ് പറഞ്ഞിട്ടുണ്ടാകില്ലേ? ഉണ്ടാകും എന്നെൻ്റെ മനസ്സ് പറയുന്നു. മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയത് മുതൽ പിന്നെ ഈ വഫാത്തുൻ നബി കുറിപ്പ് തുടരുമ്പോഴും മനസ്സ്, ശരീരമല്ല, നേരിയ മയക്കത്തിലേക്ക് വീണുപോകുന്ന ചില നിമിഷങ്ങളിൽ ഉള്ളിൽ എവിടെയോ ആരോ പറയുന്നത് പോലെ തോന്നാറുണ്ട്, ഇതിങ്ങനെയൊന്ന് പറഞ്ഞു നോക്കൂ. കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ പ്രവാചക ചരിതങ്ങളിലുള്ളതിനപ്പുറം പെരുത്ത് പൊരുളുകൾ ഉള്ളതുപോലെ. മദീനയിൽ പോകുന്നത് പ്രണയമാണെങ്കിൽ മദീനയോടുള്ള പ്രണയം കാരണം അവിടെ പോകാൻ കഴിയാത്തവരുമുള്ളതുപോലെ, മദീനയിൽ നിന്നും പുറത്തു കിടക്കുമ്പോൾ കരയിലേക്ക് എറിയപ്പെട്ട പരൽ മത്സ്യത്തെപ്പോലെ പിടഞ്ഞവരുണ്ടായപ്പോൾ തന്നെ അതേ മദീനയിൽ നിന്ന് അവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു പോയില്ലേ? മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടുന്ന സ്നേഹമുള്ളവരുണ്ടായപ്പോൾ തന്നെ ആ പേര് വിളിക്കുമ്പോൾ ഡാ മുഹമ്മദേ എന്ന് വിളിക്കേണ്ടി വരില്ലേ എന്ന ഭയത്താൽ ആ പേരിടാതിരുന്നവരുമുണ്ടായിട്ടില്ലേ? അതെ, പ്രവാചക സ്നേഹം ഒരറ്റം കാണാത്ത കടലാണ്. ആ കടലിൻ്റെ വ്യാപ്തിയിൽ ഒരു കൊച്ചു തുള്ളിയുടെ പേരിൽ എൻ്റെ മുകളിലെ വരികൾ ക്ഷമിച്ചാലും എനിക്കങ്ങനെ പറയാൻ തോന്നി. ഹബീബിനായി ഒരുങ്ങുന്ന ആ മണ്ണ് ആഹ്ലാദിച്ചിട്ടുണ്ടാകും. നമുക്ക് ആ രാത്രിയിലേക്ക് തിരിച്ചു പോകാം. ത്വൽഹ റളിയല്ലാഹു അൻഹു മണ്ണിൽ വെട്ടുകയാണ്. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, കണ്ണീർക്കണങ്ങൾ മണ്ണിൽ വീണു ചിതറി. മദീനയൊന്ന് വിറകൊണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു ഫജർ ബാങ്ക് വിളിച്ചു. പ്രസ്തുത ബാങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിച്ചപ്പോൾ അദ്ദേഹം തേങ്ങിക്കരഞ്ഞു. ആ തേങ്ങൽ ദുഃഖം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ജനങ്ങൾ അവിടുത്തെ ഖബറിനരികിലേക്ക് കടക്കാൻ തിരക്ക് കൂട്ടിയപ്പോൾ ആ മുറിയുടെ വാതിലടച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം കട്ടിലിൽ നിന്നെടുത്തു. യാ അല്ലാഹ്! ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കവിളിണകളിലൂടെ അശ്രുകണങ്ങൾ തുള്ളിത്തുളുമ്പി ഒഴുകി. പ്രവാചക പത്നിമാർ വിതുമ്പി.
സ്വഹാബികൾ അവസാനമായി ആ വിശുദ്ധ ജനാസയെ നോക്കി. പതിയെ പതിയെ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൂട്ടുകാരൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ശുക്രാൻ റളിയല്ലാഹു അൻഹു എന്നിവർ ഖബറിൽ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ഒരു ചുവന്ന വിരിപ്പ് ഖബറിൽ വിരിച്ചു. പ്രസ്തുത വിരിപ്പ് വിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അവസാനമായി സ്പർശിക്കാൻ വേണ്ടി മുഗീറത്ത് ബിനു ശുഐബ റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം പ്രയോഗിച്ചു. സംഭവം മുഗീറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി ഖബറിലേക്കിട്ടു. ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബുൽ ഹസൻ, എൻ്റെ മോതിരം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിയെടുത്തോളൂ. ഞാൻ ഖബറിലേക്ക് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫൻ പുടവയിൽ കൈവച്ചു എൻ്റെ ശരീരത്തിൽ തടവി. 9 മൺകട്ടകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മൂടിയത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ് ഖബറിനു മീതെ വെള്ളമൊഴിച്ചത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആ മണ്ണിൽ, അവിടുത്തെ തിരുശരീരം സൃഷ്ടിക്കാനെടുത്ത മണ്ണിൽ സർവ്വലോകത്തിൻ്റെയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവിൾ ചേർത്ത് കിടക്കുന്നു. യാ അല്ലാഹ്. ഹസനും ഹുസൈനും ഫാത്തിമയും സൈനബും റളിയല്ലാഹു അൻഹും മറ്റനേകം സ്വഹാബത്തും ചുണ്ട് ചേർത്ത് ചുംബിച്ച യാ മുഖകമലം. യാ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് പ്രകാശമായിരുന്ന ആ തിരുമുഖം ഇതാ മദീനയുടെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. ആ തിരുമുഖം അവസാനമായി കണ്ട കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളവ! ആ തിരുശരീരത്തെ അവസാനമായി സ്പർശിച്ച കൈകൾ എത്ര ഭാഗ്യമുള്ളവ! ആ ഖബറിലേക്ക് മണ്ണിറക്കിയ കൈകൾ എത്ര ഭാഗ്യമുള്ളവ! ആ തിരുശരീരം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ആ മണ്ണ്, അത് എത്ര ഭാഗ്യമുള്ള മണ്ണായിരിക്കണം! മദീന മുഴുവൻ കണ്ണീരിലായിരുന്ന ആ രാത്രിയിൽ, ലോകം മുഴുവൻ ദുഃഖത്തിലായിരുന്ന ആ നിമിഷത്തിൽ, ഒരുപക്ഷേ ആ മണ്ണിൻ്റെ ഉള്ളിൽ മാത്രം ഒരു നിശബ്ദയാഹ്ലാദമുണ്ടായിരുന്നിരിക്കാം. കാരണം ലോകം മുഴുവൻ തേടിയ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എന്നിൽ വിശ്രമിക്കുകയാണ്. യാ അല്ലാഹ്. ആ മണ്ണിൻ്റെ ഭാഗ്യം, ആ മണ്ണിൻ്റെ ഭാഗ്യം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മണ്ണിൽ. ഇതോർക്കുമ്പോൾ പോലും ഹൃദയം എങ്ങനെയാണ് കരയാതിരിക്കുക? യാ അല്ലാഹ്, ഞങ്ങളുടെ സലാമുകൾ ഞങ്ങളുടെ ഹബീബിൻ്റെ ചാരയെത്തിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ബഹുമാന്യ ഇസ്ലാമിക പണ്ഡിതൻ ബഷീർ ഫൈസി ദേശമംഗലത്തിൻ്റെ വഫാത്തുൻ നബി എന്ന കുറിപ്പുകളുടെ 8ാം ഭാഗം, തിരുദേഹം മണ്ണിലേക്ക്. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു